കോംപ്ലക്സ് അനാലിസിസിലെ കോഷീസ് ഇൻ്റഗ്രൽ തിയറം ആൻഡ് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുലയാണ് എൻ്റെ സെമിനാർ ടോപ്പിക്ക്. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോഷീസ് ഇൻ്റഗ്രൽ തിയറവും കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുലയാണ്. അതിലാദ്യം നമുക്ക് കോഷീസ് ഇൻ്റഗ്രൽ തിയറം എന്താണെന്ന് നോക്കാം. കോഷീസ് ഇൻ്റഗ്രൽ തിയറം. The theorem states that if f of z is a regular function of z and if f dash z is continuous at each point within and a closed contour C, then closed integral f of z dz equal to 0. That is, the integral of the function around a closed contour is 0. അപ്പോൾ നമ്മുടെ തിയറം പറയുന്നത് ഇതാണ്. z എന്ന് പറയുന്നൊരു പോയിൻറ്റിൻ്റെ ഇസഡ് എന്ന് പറയുന്നൊരു പോയിൻ്റ് എടുക്കുമ്പോൾ അതിലെ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ റെഗുലർ ഫംഗ്ഷനാണ്. അതുപോലെ തന്നെ എഫ് ഡാഷ് ഇസഡ് ക്ലോസ്ഡ് കോണ്ടോർ സിയിലെ ഓരോ പോയിൻറ്റിലും ഈ എഫ് ഡാഷ് ഇസഡ് എന്ന് പറയുമ്പോൾ എഫ് ഓഫ് ഇസഡിൻ്റെ ഡെറിവേറ്റീവ്. ഈ എഫ് ഡാഷ് ഇസഡ് ഈ ക്ലോസ്ഡ് കോണ്ടോർ സിയിലെ ഓരോ പോയിൻറ്റിലും കണ്ടിന്യൂസ് ആണെങ്കിൽ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ തിയറം പറയുന്നത്. അപ്പോൾ ഈ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. That is, the integral of the function around a closed contour is 0. എന്ന് വെച്ചാൽ നമ്മൾക്കിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ ഒരു ക്ലോസ്ഡ് കോണ്ടോറിൻ്റെ ചുറ്റുമുള്ള ഫംഗ്ഷൻസിൻ്റെ ചുറ്റും കുറച്ച് ഫംഗ്ഷൻ കാണും. ആ ഫംഗ്ഷൻസിൻ്റെ എല്ലാ ഇൻ്റഗ്രൽ 0 ആയിരിക്കും എന്നാണ് നമ്മുടെ കോഷീസ് ഇൻ്റഗ്രൽ തിയറം പറയുന്നത്. അപ്പോൾ തിയറം ഒന്നുകൂടെ പറയാം. The theorem states that if f of z is a regular function of z and if f dash z is a continuous at each point within and a closed contour C, then closed integral f of z dz equal to 0. That is, the integral of the function around a closed contour is 0. അപ്പോൾ നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ഈക്വൽ ടു 0 എന്ന കണ്ടീഷൻ നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് താഴെ കുറച്ച് പ്രൂഫ് പറയുന്നത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് കോണ്ടോർ എന്താണെന്ന് നോക്കാം. കോണ്ടോർ ഈസ് എ കർവ് containing a change of finite number of regular arcs as shown in figure. ഇവിടെ ഒരു ഫിഗർ കണ്ടില്ലേ? ആ ഫിഗറിൽ നമുക്കൊരു ആർക്ക് കാണാം. ആ ആർക്കിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് റെഗുലർ പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഇങ്ങനെ വരുന്ന ആ ഒരു കർവിനെയാണ്, ഫൈനൈറ്റ് നമ്പർ ഓഫ് റെഗുലർ ആർക്സ് അടങ്ങിയ ഒരു കർവിനെയാണ് നമ്മൾ കോണ്ടോർ എന്ന് പറയുന്നത്. ആ കർവിലെ ഓരോ പോയിൻറ്റിലും നമ്മുടെ എഫ് ഡാഷ് ഇസഡ് കണ്ടിന്യൂസ് ആയിരിക്കും എന്നാണെങ്കിലാണ് നമ്മുടെ ഈ ക്ലോസ് ഇൻ്റഗ്രൽ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന കണ്ടീഷൻ നമുക്ക് കിട്ടുന്നത്. അതാണ് നമ്മുടെ ഈ കോഷീസ് ഇൻ്റഗ്രൽ തിയറം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ കോണ്ടോർ ഇൻ്റഗ്രൽ എന്താണെന്ന് നോക്കാം. ഇൻ്റഗ്രൽ z0 ടു zn എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ഈസ് കോൾഡ് ദ കോണ്ടോർ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് ഇസഡ് along the specified contour C from z equal to z0 to z equal to zn. അപ്പോൾ നമ്മുടെ ഈ എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ കോണ്ടോർ ഇൻ്റഗ്രലാണ് പറയുന്നത്. ഇൻ്റഗ്രൽ z0 ടു zn എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ആണ് നമ്മുടെ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ കോണ്ടോർ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. ആ കോണ്ടോർ ഇൻ്റഗ്രൽ പറയുമ്പോഴും അതിനൊരു സ്പെസിഫൈഡ് കോണ്ടോർ അതിന് ഒരു റീജിയൻ ഉണ്ട്. ആ റീജിയൻ്റെ നമ്മുടെ കോണ്ടോർ ഇൻ്റഗ്രലാണ് ഇവിടെ പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ ഫ്രം z ഈക്വൽ ടു z0 ടു z ഈക്വൽ ടു zn. നമ്മൾ ആ കർവിൽ കണ്ടില്ലേ, z0 ടു zn ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ z0 ടു zn എന്ന് പറയുന്ന ആ ഒരു റീജിയൻ, ആ അത്രയും വരുന്നൊരു എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രലാണ് ഇൻ്റഗ്രൽ z0 ടു zn എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ്. അതാണ് നമ്മുടെ കോണ്ടോർ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത് നമുക്ക് ഈ കോഷീസ് ഇൻ്റഗ്രൽ തിയറത്തിൻ്റെ പ്രൂഫ് എന്താണെന്ന് നോക്കാം. പ്രൂഫിന് വേണ്ടി നമ്മളിവിടെ ഒരു ഡയഗ്രാം കൺസിഡർ ചെയ്യുന്നുണ്ട്. കൺസിഡർ എ ക്ലോസ്ഡ് കോണ്ടോർ സി within a simply connected region R as shown in figure. Then by Cauchy's integral theorem, closed integral f of z d z equal to 0. നമ്മൾ ആ ഫിഗർ പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ സി ആണ് നമ്മളൊരു ക്ലോസ്ഡ് കോണ്ടോർ, ആ സി റീജിയനാണ് നമ്മൾ എടുക്കുന്നത്. അതിന് ചുറ്റുമുള്ള ഒരു ആർ പോർഷൻ സിംപ്ലി കണക്റ്റഡ് ചെയ്തിട്ടുള്ള ഒരു റീജിയനാണ്. അപ്പോൾ നമ്മുടെ കോഷീസ് ഇൻ്റഗ്രൽ തിയറം എന്താണ്? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ഈക്വൽ ടു 0. ഈ സാധനമാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മളിവിടെ രണ്ട് കണ്ടീഷൻ എടുക്കുന്നുണ്ട്. ഒരെണ്ണം എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു യു ഓഫ് എക്സ് വൈ പ്ലസ് ഐ വി ഓഫ് എക്സ് വൈ ആൻഡ് ഡി ഇസഡ് ഈക്വൽ ടു ഡി എക്സ് പ്ലസ് ഐ ഡി വൈ. ഇത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഫംഗ്ഷൻ വെച്ചാണ് നമ്മൾ ഇതിൻ്റെ പ്രൂഫ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ റിയൽ പാർട്ടാണ് യു ഓഫ് എക്സ് വൈയും ഇമാജിനറി പാർട്ട് ഐ വി എക്സ് വൈ ആ സാധനം. അതുപോലെ തന്നെ ഡി എക്സ് വരുന്ന ആ ഒരു ഇക്വേഷനിൽ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത് എന്താ ചെയ്യുന്നതെന്ന് നോക്കാം.
ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ സി. ആ കോണ്ടർ, ആ റീജൻ ഒരു ക്ലോസ്ഡ് കോണ്ടർ സി പറഞ്ഞില്ലേ, അതാണ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ സി യു പ്ലസ് ഐ വി ഇൻറ്റു ഡി എക്സ് പ്ലസ് ഐ ഡി വൈ. നമ്മൾ അവിടെ തന്ന രണ്ട് ഇക്വേഷൻ്റെയും ആ ഒരു ഇക്വേഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ സി യു ഡി എക്സ് മൈനസ് വി ഡി വൈ പ്ലസ് ഐ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ സി ഓഫ് വി ഡി എക്സ് പ്ലസ് യു ഡി വൈ. നമുക്കിതെങ്ങനെ കിട്ടിയെന്ന് ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓരോ ബ്രാക്കറ്റ് അങ്ങോട്ട് ഓപ്പൺ ചെയ്യുന്നു. അടുത്ത രണ്ടാമത്തെ ഇതിൽ നമുക്ക് ഐ പുറത്തെടുത്തിട്ട് വി ഡി എക്സും യു ഡി വൈയും കിട്ടി. അതാണ് നമ്മൾ ആ സെക്കൻഡ് ഇക്വേഷൻ പറയുന്നത്. ഒന്നും ചെയ്തില്ല, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതി. അതാണ് ആ സ്റ്റെപ്പിൽ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റോക്സ് തിയറം ഓർ ഗ്രീൻസ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ്. നമുക്ക് സ്റ്റോക്സ് തിയറവും ഗ്രീൻസ് തിയറവും നമ്മൾ ഇതിന് മുന്നേ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റോക്സ് തിയറവും ഗ്രീൻസ് തിയറവും പറയുന്നത് ഇതാണ്: പി ഓഫ് എക്സ് വൈ ആൻഡ് ക്യൂ ഓഫ് എക്സ് വൈ ഡോ ക്യൂ ബൈ ഡോ എക്സ് ഡോ പി ബൈ ഡോ വൈ ആർ ഓൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. നമ്മൾ ഈ പി ഓഫ് എക്സ് വൈയും ക്യൂ ഓഫ് എക്സ് വൈയും ഡോ ക്യൂ ബൈ ഡോ എക്സും ഡോ പി ബൈ ഡോ വൈയും എല്ലാം ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ അവിടെ പറയുന്ന ഒരു ഇക്വേഷൻ ഇതാണ്: ക്ലോസ്ഡ് ഇൻ്റഗ്രൽ പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ഡി വൈ ഡി എക്സ്. ഇതാണ് നമ്മുടെ അവിടുത്തെ കണ്ടീഷൻ. ആ കണ്ടീഷൻ വരുന്ന കേസ് ഇതാണ് നമ്മുടെ പി ഓഫ് എക്സ് വൈ ക്യൂ ഓഫ് എക്സ് വൈ ഡോ ക്യൂ ബൈ ഡോ എക്സ് ഡോ പി ബൈ ഡോ വൈ. ഇതെല്ലാം എന്താണ്? ഇതെല്ലാം കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ഡി എക്സ് ഡി വൈ എന്നുള്ള ആ ഒരു ഇക്വേഷൻ കിട്ടുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷനായിട്ട് എടുത്തേക്കുന്നത്. നമുക്കിവിടെ രണ്ടാമത്തെയും മൂന്നാമത്തെ ഇക്വേഷൻ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. രണ്ടാമത്തെയും മൂന്നാമത്തെ ഇക്വേഷൻ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സിമിലാരിറ്റീസ് അതിന് കിട്ടും. അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷനിൽ എത്തിച്ചേരാം. ആ ഇക്വേഷൻ ഇതാണ്: ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ മൈനസ് ഡോ വി ബൈ ഡോ എക്സ് മൈനസ് ഡോ യു ബൈ ഡോ എക്സ് ഡി എക്സ് ഡി വൈ പ്ലസ് ഐ ഇൻ്റഗ്രൽ എ ഡോ യു ബൈ ഡോ എക്സ് മൈനസ് ഡോ വി ബൈ ഡോ വൈ ഡി എക്സ് ഡി വൈ. നമ്മൾ ആ രണ്ട് ഇക്വേഷനും ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കുമ്പം കമ്പയർ ചെയ്യുമ്പം കിട്ടുന്ന ഒരു ഇക്വേഷനാണ് നമുക്ക് ഈ നാലാമത്തെ ഇക്വേഷനായിട്ട് കിട്ടിയിരിക്കുന്നത്. ഇക്വേഷൻ ഒന്നുകൂടെ പറയാം: ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ മൈനസ് ഡോ വി ബൈ ഡോ എക്സ് മൈനസ് ഡോ യു ബൈ ഡോ വൈ ഡി എക്സ് ഡി വൈ പ്ലസ് ഐ ഇൻ്റഗ്രൽ എ ഡോ യു ബൈ ഡോ എക്സ് മൈനസ് ഡോ വി ബൈ ഡോ എക്സ് ഡി എക്സ് ഡി വൈ. ഇതാണ് നമ്മുടെ ഫോർത്ത് ഇക്വേഷനായിട്ട് കിട്ടിയിരിക്കുന്നത്. അത് നമുക്ക് ആ ഒരു രണ്ട് ഇക്വേഷനും നമുക്ക് ഈ എബോ തന്ന ഈ സ്റ്റോക്സ് തിയറം അല്ലെങ്കിൽ ഗ്രീൻസ് തിയറത്തിൻ്റെ ആ ഒരു കണ്ടീഷൻ വെച്ച് നമ്മൾ ഈ മൂന്നാമത്തെ നാലാമത്തെ ഇക്വേഷൻ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് കോഷീസ് റെയ്മാൻ കണ്ടീഷൻ അക്കോർഡിംഗ് ടു കോഷീസ് റെയ്മാൻ കണ്ടീഷൻ എന്താണ്? ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ വി ബൈ ഡോ എക്സ് ആൻഡ് ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കണ്ടീഷനാണ്. ഈ കണ്ടീഷൻ നമ്മുടെ ഈ ഫോർത്ത് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഡോ വി ബൈ ഡോ എക്സ് വരുന്നിടത്ത് ഡോ യു ബൈ ഡോ വൈ മൈനസ് ഡോ വി ബൈ ഡോ വൈ തന്നെ വരും. ഡോ വി മൈനസ് ഡോ വി ബൈ ഡോ എക്സ് വരുന്നിടത്ത് നമുക്ക് ഡോ യു ബൈ ഡോ വൈ എന്ന് കൊടുക്കാം. അപ്പോൾ അവിടെ ഓൾറെഡി ഒരു ഡോ യു ബൈ ഡോ വൈ ഉണ്ട്. രണ്ടും കൂടി ക്യാൻസൽ ആവും. മൈനസ് ചെയ്യുമ്പോൾ 0 കിട്ടും. അതുപോലെ തന്നെ ഇപ്പുറത്ത് ഐ ഇൻ്റഗ്രൽ ഓഫ് എ ഡോ യു ബൈ ഡോ എക്സ് മൈനസ് ഡോ വി ബൈ ഡോ വൈ, ആ ഒരു പോർഷനിൽ നമുക്ക് ഡോ വി ബൈ ഡോ വൈക്ക് പകരം ഡോ യു ബൈ ഡോ എക്സ് കൊടുക്കാം. ഓൾറെഡി അവിടെ ഒരു ഡോ യു ബൈ ഡോ എക്സ് ഉണ്ട്. മൈനസ് ചെയ്യുമ്പോൾ അവിടെയും 0 കിട്ടി. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ കോഷീസ് ഇൻ്റഗ്രൽ തിയറത്തിൻ്റെ ഒരു കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്ത് വരികയാണ്. എന്താണ്? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ഈക്വൽ ടു 0. രണ്ടിടവും 0 ആയിപ്പോയി. അപ്പോൾ നമ്മുടെ ഇക്വേഷനായി ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ തിയറം പറയുന്നത്. നമ്മൾ ആദ്യമേ തിയറത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് നമ്മുടെ കോഷീസ് ഇൻ്റഗ്രൽ തിയറം എന്ന് പറയുന്നത്. അവിടെ ഈ തിയറം എത്തിച്ചേരാനുള്ള കാരണമെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ക്ലോസ്ഡ് കോണ്ടർ സീന് ചുറ്റുമുള്ള ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ 0 ആയിരിക്കും. ആ ഒരു തിയറമാണ്. അതാണ് നമ്മുടെ കോഷീസ് ഇൻ്റഗ്രൽ തിയറം പറയുന്നത്. ആ ഒരു കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും പ്രൂഫ് ചെയ്തത്. നമുക്ക് ലാസ്റ്റ് നമ്മുടെ കോഷീസ് റെയ്മാൻ കണ്ടീഷൻ അപ്ലൈ ചെയ്തപ്പോൾ നമ്മൾ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് 0 എന്ന് കിട്ടുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ ഇവിടെ തിയറം പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കോഷീസ് ഇൻ്റഗ്രൽ തിയറം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ തിയറം ഞാൻ ഒന്നുകൂടെ പറയാം. The theorem states that if f of z is a regular function of z and if f dash z is a continuous
at each point within and a closed contour C, then closed integral f of z dz equal to 0, that is the integral of the function around a closed contour is 0. ഇതാണ് നമ്മുടെ തിയറം. ഓക്കെ, അപ്പോൾ കോഷീസ് ഇൻ്റഗ്രൽ തിയറം ഇത്രയേ ഉള്ളൂ. അടുത്ത് നമുക്ക് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല എന്താണെന്ന് നോക്കാം. കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല: if the function f of z is regular within a closed contour C and if z0 be a point within C. നമ്മുടെ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ക്ലോസ്ഡ് കോണ്ടർ സിയിൽ റെഗുലർ ആണ്. അതേപോലെ തന്നെ z0 എന്ന് പറയുന്നത് ഈ ക്ലോസ്ഡ് കോണ്ടറിൻ്റെ അകത്തുള്ള ഒരു പോയിന്റ് ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യണം. നമ്മുടെ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് നമ്മൾ ക്ലോസ്ഡ് കോണ്ടറിൽ ആ ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ക്ലോസ്ഡ് കോണ്ടർ സിയിൽ റെഗുലർ ആണ്. അതുപോലെ തന്നെ z0 എന്ന് പറയുന്നത് ഒരു പോയിന്റ് ക്ലോസ്ഡ് കോണ്ടർ സിക്ക് അകത്തുള്ള ഒരു പോയിന്റ് ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എഫ് ഓഫ് z0 ഈക്വൽ ടു 1/2πi ക്ലോസ്ഡ് ഇൻ്റഗ്രൽ സി എഫ് ഓഫ് z ബൈ z മൈനസ് z0 dz. ഇതാണ് നമ്മുടെ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല എന്ന് പറയുന്നത്. ദിസ് ഈസ് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല. ഫോർമുല ഇതാണ്: എഫ് ഓഫ് z0 ഈക്വൽ ടു 1/2πi ക്ലോസ്ഡ് ഇൻ്റഗ്രൽ സി എഫ് ഓഫ് z ബൈ z മൈനസ് z0 dz. ദിസ് ഈസ് ദി കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല. ഇവിടെ നമുക്കൊരു ഫിഗർ കൺസിഡർ ചെയ്താണ് നമ്മൾ പറയുന്നത്. കൺസിഡർ എ പോയിന്റ് z ഈക്വൽ ടു z0 ഇൻ ദ ഇൻറ്റീരിയർ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കോണ്ടർ സി. സിൻസ് z ഈസ് ഓൺ ദി കോണ്ടർ സി വൈൽ z0 ഈസ് ഇൻ ദ ഇൻറ്റീരിയർ, z ഈക്വൽ ടു z0 നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഒരു കോണ്ടർ സി നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. കണ്ടില്ല, ആ ഒരു കോണ്ടർ സി, ആ ഒരു റീജിയൻ ആണ് നമ്മൾ കോണ്ടർ സി എന്ന് പറയുന്നത്. അതിൽ ഇസഡ് എന്ന് പറയുന്നത് നമ്മുടെ കോണ്ടർ സിയുടെ പുറത്തിരിക്കുന്ന ഒരു പോയിന്റും, എന്നാൽ z0 ആ കോണ്ടർ സിയുടെ ഇൻറ്റീരിയർ ആയിട്ടിരിക്കുമെന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, z ഈക്വൽ ടു z0 നോട്ട് ഈക്വൽ ടു 0 ആണ്. രണ്ടും നോട്ട് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഫിഗറിൽ നിന്ന് അത് മനസ്സിലായി. ഇഫ് ദ കോണ്ടർ ഈസ് ഡിഫോംഡ് ആസ് ദ ഷോൺ ഇൻ ഫിഗർ ബൈ ദ തിയറി ഓഫ് മൾട്ടിപ്ലൈ കണക്റ്റഡ് റീജിയൻ. നമ്മുടെ ഈ കോണ്ടർ സി, ഒരു കോണ്ടർ നമ്മൾ ഈ ഫിഗറിൽ കാണുന്ന പോലെ ഡിഫോം ആയെന്ന് വെച്ചോ, അങ്ങനെ അത് തിയറി ഓഫ് മൾട്ടിപ്ലൈ കണക്റ്റഡ് റീജിയൻ അത് വെച്ചാണ് ആ ഒരു ഡിഫോമേഷൻ അവിടെ സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ സി എഫ് ഓഫ് z ബൈ z മൈനസ് z0 dz ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ സി z എഫ് ഓഫ് z ബൈ z മൈനസ് z0 dz. ഇതാണ് നമുക്ക് ആ ഒരു ചേഞ്ച് ആയപ്പോൾ അവിടെ കിട്ടുന്ന ഒരു ഫോർമുല. നമ്മൾ മൾട്ടിപ്ലൈ കണക്റ്റഡ് റീജിയൻ തിയറി വെച്ച് അവിടെ ഒരു ഡിഫോമേഷൻ ആ കോണ്ടൂറിന് സംഭവിച്ചു. അങ്ങനെ ആയപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇതാണ് കിട്ടുന്നത്. സെക്കൻഡ് ഇക്വേഷനാണ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ സി എഫ് ഓഫ് z ബൈ z മൈനസ് z0 dz ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ സി z എഫ് ഓഫ് z ബൈ z മൈനസ് z0 dz. നമ്മൾ ആദ്യം പറഞ്ഞു നമ്മുടെ കോണ്ടർ ഒരു റീജിയൻ, നമ്മൾ സി കോണ്ടർ റീജിയൻ എടുക്കുകയാണ്. അതിൽ z എന്ന് പറഞ്ഞാൽ അതിൻ്റെ പോയിന്റ് ഓൺ ദി കോണ്ടർ ആണ്, എന്നാൽ z0 എന്ന് പറഞ്ഞാൽ ഇൻറ്റീരിയർ ആണ്. രണ്ടിൻ്റെയും വാല്യൂ, ഇസഡിൻ്റെയും z0ൻ്റെയും വാല്യൂ നോട്ട് ഈക്വൽ ടു 0 എന്നും തന്നിട്ടുണ്ട്. പക്ഷേ നമുക്കിവിടെ ഒരു ഡിഫോമേഷൻ സംഭവിച്ചപ്പോൾ നമ്മൾ ഇക്വേഷനും ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് മാറി. വേർ സി ഈസ് ദ ഒറിജിനൽ ഔട്ടർ കോണ്ടർ ആൻഡ് CZ ഈസ് ദ സർക്കിൾ നോയിങ് ദ പോയിന്റ് z0. നമ്മുടെ സി എന്ന് പറയുന്നതാണ് ഒറിജിനൽ ഔട്ടർ കോണ്ടർ. ഈ ഒറിജിനൽ ഒരു സി കണ്ടില്ലേ, ആ സി റീജിയനാണ് നമ്മൾ ഒറിജിനൽ ഔട്ടർ കോണ്ടർ എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ CZ, ആ ഒരു ഉള്ളിലൊരു CZ, ആ ഒരു സർക്കിൾ റീജിയൻ കണ്ടില്ലേ, ആ സർക്കിൾ റീജിയനെയാണ് നമുക്ക് പോയിന്റ് z0 എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന റീജിയൻ. ആ CZ എന്ന് പറഞ്ഞ റീജിയനാണ്. Z എന്ന് പറയുന്നതാണ് സി എന്ന് പറയുന്നതാണ് നമ്മളെ ഒറിജിനൽ റീജിയൻ. പക്ഷേ നമുക്ക് ഇവിടെ ഒരു z0 കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആ ഇൻറ്റീരിയറിലുള്ള CZ എന്ന് പറഞ്ഞ സർക്കിളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, CZ ഈസ് ദ സർക്കിൾ നോയിങ് ദ പോയിന്റ് z0 ട്രാൻസ്വേഴ്സ് ഇൻ എ കോണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ആ z0 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ആ CZ എന്ന് പറയുന്ന ആ ഒരു സർക്കിൾ നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എടുത്തേക്കുന്നതെന്നാണ് പറയുന്നത്. അതൊരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള കോണ്ടറാണ് CZ എന്ന് പറയുന്ന ഒരു ക്ലോക്ക് വൈസ് കോണ്ടറിലുള്ള ഡയറക്ഷനിലുള്ള ഒരു കോണ്ടറാണ്. Let z equal to z0 plus re raised to I theta using the polar representation because of circular shape of the path around z0 and r tends to 0.
അപ്പോൾ നമുക്കിവിടെ ഒരു ഇക്വേഷൻ പറയുന്നുണ്ട് ഇസഡ് ഈക്വൽ ടു Z0 പ്ലസ് RE⁻I⁻. ഇത് നമ്മുടെ പോളാർ റെപ്രസെൻറ്റേഷൻ വെച്ചാണ് എടുക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു സർക്കുലർ ഷേപ്പാണ്, നമ്മളൊരു സർക്കിൾ CZ ഈസ് ദ സർക്കിൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു സർക്കുലർ ഷേപ്പ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു സർക്കുലർ പാത്തിലാണ് അത് പോകുന്നത്. അതുപോലെ തന്നെ R 0 ആണ്. അതുകൊണ്ടാണ് നമുക്കിവിടെ ഒരു Z ഈക്വൽ ടു Z0 പ്ലസ് RE⁻I⁻ എന്ന് എടുക്കാൻ പറ്റിയത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫോർമുല ഇങ്ങനെ എഴുതാം. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ CZ എന്ന് പറഞ്ഞ ഒരു കോണ്ടൂറാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ CZ എന്ന് എടുത്തത്. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ CZ f(z)(z−z0) dz ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ CZ f(z0 പ്ലസ് RE⁻I⁻) ഇൻറ്റു RI⁻I⁻d എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഈ ഇസഡിന് ഒരു വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ ഒരു വാല്യൂ തന്നിട്ടുണ്ട്. ആ വാല്യൂ നമ്മൾ കൊടുത്തപ്പോഴാണ് നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയായി മാറിയത്. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ അങ്ങനെയായി നമ്മുടെ ലിമിറ്റ് R→0 എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ആ ലിമിറ്റ് R→0 ഇവിടെ കൊടുക്കണം. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും ക്ലോസ്ഡ് ഇൻ്റഗ്രൽ CZ closed integral CZ f(z)(z−z0) dz equal to I f(z0) closed integral CZ d equal to 2pi f(z0) എന്ന് കിട്ടി. നമുക്ക് ഇവിടുത്തെ ഈ കണ്ടില്ലേ, ഈ ഫോർമുലയിൽ നമുക്ക് ആ ഒരു ആറിൻ്റെ 0 എന്നുള്ള വാല്യൂ കൊടുത്ത് നമ്മൾ ഒന്നുകൂടെ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് ഈ മൂന്നാമത്തെ ഇക്വേഷൻ കിട്ടുന്നത്. ഇക്വേഷൻ ഇതാണ്. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ CZ f(z)(z−z0) dz ഈക്വൽ ടു I f(z0) ക്ലോസ്ഡ് ഇൻ്റഗ്രൽ CZ d എന്ന് കിട്ടി. അതെന്ന് പറയുന്നത് 2pi f(z0) ആണ്. അതാണ് നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 2 വീണ്ടും എടുക്കാം. ഇക്വേഷൻ 2 ബിക്കം നമ്മുടെ ഇക്വേഷൻ 2 കണ്ടില്ലേ, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ C f(z)(z0−z0) dz ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ CZ f(z)(z−z0) dz. ആ രണ്ടാമത്തെ ഇക്വേഷനാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ആ രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെയാകും. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ C f(z)(z−z0) dz ഈക്വൽ ടു 2pi f(z0). നമുക്ക് മുകളിൽ കിട്ടിയ ആ ഒരു കണ്ടീഷൻ നമുക്കിവിടെ കണ്ടില്ലേ, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ CZ f(z)(z−z0) dz എന്നുള്ള ഒരു വാല്യൂ ഉണ്ട്. അപ്പോൾ അതിനാണ് നമുക്കിവിടെ ഈ മൂന്നാമത്തെ ഇക്വേഷനിലൊരു ആ വാല്യൂവിനാണ് മൂന്നാമത്തെ ഇക്വേഷനിലൊരു വാല്യൂ കിട്ടിയിരിക്കുന്നത് 2pi f(z0). അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡ് എന്താണ്, നമുക്ക് ലെഫ്റ്റ് സൈഡാണ് നമ്മുടെ f(z)(z−z0) എന്നുള്ള അതിനൊരു വാല്യൂ കിട്ടി. ആ വാല്യൂ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷനിൽ കൊടുത്തു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയായി. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ C f(z)(z−z0) dz ഈക്വൽ ടു 2pi f(z0). ഇവിടെ മൂന്നാമത്തെ ഇക്വേഷനിൽ കിട്ടിയ ആ ഒരു ഇതെടുത്ത് രണ്ടാമത്തെ ഇക്വേഷനിൽ കൊടുത്തു. അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. നമ്മൾ ആ ഇക്വേഷനെ ഒന്നുകൂടെ അല്ലെങ്കിൽ വേറൊരു രീതിക്ക് പറയുന്നതാണ് f(z0) ഈക്വൽ ടു 1/2i ക്ലോസ്ഡ് ഇൻ്റഗ്രൽ C f(z)(z−z0). ഇതാണ് നമ്മുടെ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് കണ്ടില്ല, ആ കോഷീസ് f(z0) ഈക്വൽ ടു 1/2i ക്ലോസ്ഡ് ഇൻ്റഗ്രൽ C f(z)(z−z0) dz. ഇതാണ് നമ്മുടെ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ പ്രൂഫ് തുടങ്ങിയത്. ആ ഒരു ഫോർമുലയിലേക്ക് തന്നെ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുലയെ നമ്മൾ പ്രൂവ് ചെയ്തേക്കുകയാണ്. ഇത് ചെയ്യാനായിട്ട് ഒന്നും എടുത്തില്ല. നമ്മളൊരു ക്ലോസ്ഡ് കോണ്ടർ എടുത്ത് ആ ക്ലോസ്ഡ് കോണ്ടറിൽ Z എന്ന് പറയുന്ന ആ കോണ്ടറിൻ്റെ പുറത്തുള്ള ഒരു പോയിൻറ്റും Z0 ഇൻറ്റീരിയറിലാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞ് അടുത്ത് നമ്മൾ വീണ്ടും ഇവിടെ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്ത് എന്തായിരുന്നു, C എന്ന് പറയുന്ന നമ്മളെ നോർമൽ കോണ്ടോർ ഒറിജിനൽ കോണ്ടോറും എന്നാൽ നമുക്ക് ആ Z0 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോട്ട് പോകുന്ന ഈ CZ എന്ന് പറഞ്ഞൊരു കോണ്ടോറാണ് ഇവിടെ കൺസിഡർ ചെയ്തത്. അതൊരു സർക്കുലർ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് Z ഈക്വൽ ടു Z0 പ്ലസ് RE⁻I⁻ എന്നുള്ളൊരു കണ്ടീഷൻ കിട്ടി. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഡിഫോർമേഷൻ വന്നതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ 2 എന്നുള്ള ഇക്വേഷൻ കിട്ടി. ആ ഇക്വേഷൻ 2ലെ f(z)ന് നമ്മൾ Z ഈക്വൽ ടു Z0 പ്ലസ് RE⁻I⁻. ആ
z0 പ്ലസ് ഐ റൈസ് ടു ഐ തീറ്റ എഫ് ഓഫ് ഇസഡിൻ്റെ സ്ഥാനത്ത് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 3 കിട്ടി. ഇക്വേഷൻ നമ്പർ 3യിൽ നിന്ന് നമുക്ക് ക്ലോസ് ഇൻ്റഗ്രൽ സി ഇസഡ് എഫ് ഓഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് ഇസഡ് സീറോ ഡി ഇസഡ് ഈക്വൽ ടു 2πi എഫ് ഓഫ് ഇസഡ് സീറോ എന്ന് കിട്ടും. നമ്മുടെ ഇക്വേഷൻ നമ്പർ 2ൽ നമ്മൾ ക്ലോസ് ഇൻ്റഗ്രൽ സി ഇസഡ് എഫ് ഓഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് ഇസഡ് സീറോ ഡി ഇസഡ് എന്ന് പറയുന്നതിന് ഉള്ളൊരു ആ തന്നേക്കുന്ന വാല്യൂ ക്ലോസ് ഇൻ്റഗ്രൽ സി ഇസഡ് എഫ് ഓഫ് ഇസഡ് മൈനസ് ഇസഡ് സീറോ ഡി ഇസഡ്, അതിനാണ് നമുക്കിവിടെ 2πi എഫ് ഓഫ് ഇസഡ് സീറോ എന്ന് കിട്ടിയത്. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ 3 കിട്ടിയത് കൊണ്ട് 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. എഫ് ഓഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് ഇസഡ് സീറോ ഡി ഇസഡ് ഈക്വൽ ടു 2πi എഫ് ഓഫ് ഇസഡ് സീറോ എന്ന് കിട്ടി. അതിനെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല പറഞ്ഞ ആ ഒരു രീതിക്ക് തന്നെ കിട്ടും. എഫ് ഓഫ് ഇസഡ് സീറോ ഈക്വൽ ടു 1/2πi ക്ലോസ് ഇൻ്റഗ്രൽ സി എഫ് ഓഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് ഇസഡ് സീറോ. ദിസ് ഈസ് ദി കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് 2 ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്. ഒന്ന് കോഷീസ് ഇൻ്റഗ്രൽ തിയറം, അതിൽ നമ്മൾ ക്ലോസ് ഇൻ്റഗ്രൽ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ഈക്വൽ ടു 0 എന്ന് അതാണ് നമ്മുടെ കോഷീസ് ഇൻ്റഗ്രൽ തിയറം പറയുന്നത്. അത് നമ്മൾ കുറച്ച് പ്രൂഫ് ചെയ്ത് അതും ആ തിയറം നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത നമ്മുടെ ഒരു ടോപ്പിക്കാണ് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല. അവിടെ പറയുന്നത് എഫ് ഓഫ് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ഇതാണ്. എഫ് ഓഫ് ഇസഡ് സീറോ ഈക്വൽ ടു 1/2πi ക്ലോസ് ഇൻ്റഗ്രൽ സി എഫ് ഓഫ് ഇസഡ് മൈനസ് ഇസഡ് സീറോ ഡി ഇസഡ്. ഇതാണ് നമ്മുടെ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല. അതും നമ്മളിവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ടോപ്പിക് ആയിട്ടുണ്ട്. ഇത് രണ്ടും കോഷീസ് ഇൻ്റഗ്രൽ തിയറവും കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുലയും ഏതാണ്ട് സിമിലർ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. നമ്മളൊരു ഒരു ക്ലോസ്ഡ് കോണ്ടോർ കൺസിഡർ ചെയ്താണ് നമ്മൾ ഈ 2 ടോപ്പിക്കിൻ്റെയും പ്രൂഫിലോട്ട് എത്തിച്ചേർന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കോഷീസ് ഇൻ്റഗ്രൽ തിയറവും കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുലയും.